നെക്സ്റ്റ് ഇസ് CSS സെലക്ടർ. ഇപ്പം നമുക്ക് ഇതുവരെ നമ്മൾ ചെയ്ത സ്റ്റൈലിംഗ് എല്ലാം ഒന്നെങ്കിൽ ഒരു പാരഗ്രാഫിനെ എടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു ടൈപ്പ് ഒരു ലിസ്റ്റിനകത്തുള്ള എലമെൻറ്റ്സിനെ എടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു ഹെഡിങ് എടുത്തിട്ട്, ഇപ്പോൾ H1 എടുത്തിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റൈൽ ചെയ്യുമായിരുന്നു അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് സപ്പോസ് നമ്മുടെ കയ്യിൽ രണ്ട് H1 ഹെഡിങ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. H1ലുള്ള രണ്ട് ഹെഡിങ്സ് ഉണ്ട്. ഹായ് ഉണ്ട്, ഹലോ ഉണ്ട്. അപ്പം ഇപ്പം നമുക്ക് ഈ ഒരു ഹെഡിങ്ങിനെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹായിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ചേഞ്ചസ് വരുത്തിയാൽ മതി. ഹലോയിൽ ചേഞ്ചസ് വരുത്തണ്ട. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇപ്പോൾ സെയിം പാരാമീറ്റർ തന്നെയാണ്, രണ്ടും സെയിം ഹെഡിങ് സൈസ് ഒന്ന് തന്നെയാണ്. പക്ഷേ എനിക്ക് ഹായിൽ മാത്രം ചേഞ്ചസ് വരുത്തിയാൽ മതി, ഹലോയിൽ എനിക്ക് ചേഞ്ച് വരുത്തണ്ട. അപ്പോൾ അങ്ങനെ വരുന്ന സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, H1 എന്ന് പറഞ്ഞ് കോമൺ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ രണ്ട് ഹെഡിങ്സിലും ചേഞ്ച് വരില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ എലമെൻറ്റ്സിനെ HTML എലമെൻറ്റ്സിനെ നമ്മളൊരു പല ക്ലാസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, അസൈൻ ചെയ്യും. എന്നിട്ട് ആ ക്ലാസ്സിനെ നമുക്ക് ആക്സസ് ചെയ്തുകൊണ്ട് വി ക്യാൻ മാനിപ്പുലേറ്റ് ദ ഡേറ്റ. നമ്മൾ ഓൾറെഡി കൊടുത്തിരിക്കുന്ന HTML ഡേറ്റയെ നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരുത്താനോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനോ ഒക്കെ നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ കാര്യം? അപ്പം ഇത് CSS സെലക്ടേഴ്സ് ആർ യൂസ്ഡ് ടു ഫൈൻഡ് ഓർ സെലക്ട് ദ HTML എലമെൻറ്റ്സ് ദാറ്റ് വി വോണ്ട് ടു സ്റ്റൈൽ. നമ്മൾ സ്റ്റൈൽ ചെയ്യാനായിട്ടുള്ള എലമെൻറ്റ്സിനെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് പിക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഈ CSS സെലക്ടേഴ്സ് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പം നമുക്ക് രണ്ട് സെലക്ടേഴ്സാണുള്ളത്. ഒന്ന് ക്ലാസ് ബേസ്ഡ് സെലക്ടേഴ്സും ഉണ്ട്, ID ബേസ്ഡ് സെലക്ടേഴ്സും ഉണ്ട്. ക്ലാസ് സെലക്ടേഴ്സും ഉണ്ട്, ID സെലക്ടേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സെലക്ടർ ആദ്യം പഠിക്കാം. ക്ലാസ് സെലക്ടർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഏത് എലമെൻറ്റാണോ നമുക്ക് മോഡിഫൈ ചെയ്യേണ്ടത് ആ എല്ലാ എലമെൻറ്റ്സിലും നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ആ ഒരു എലമെൻറ്റിൻ്റെ കൂട്ടത്തിൽ ഒരു ക്ലാസ് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ക്ലാസ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ എലമെൻറ്റിനെ നമ്മൾ പിന്നെ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ സപ്പോസ് ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മൾ ഒരു H1 ഹെഡിങ് ഉണ്ട്, റെഡ് ആൻഡ് സെൻറ്ററി അലൈൻഡ് ഹെഡിങ് എന്ന് കൊടുക്കും. ഒരു ക്ലാസ് ഉണ്ട്, ഒരു പാരഗ്രാഫ് ഉണ്ട്, അതിലും റെഡ് ആൻഡ് സെൻറ്ററി അലൈൻഡ് പാരഗ്രാഫ് എന്ന് പറഞ്ഞ് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇവരെ രണ്ടുപേരെ നമുക്കിപ്പോൾ ഒരുമിച്ച് നമുക്ക് വർക്കൗട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു തവണ H1 ഒരു പ്രോപ്പർട്ടി എഴുതി, എന്നിട്ട് Pക്ക് നമ്മളൊരു പ്രോപ്പർട്ടി എഴുതി, അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ. അതിന് പകരമായിട്ട് ഇവരെ നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് വെച്ചിട്ട് ഒരു സിംഗിൾ ക്ലാസ്സിനകത്ത് നമുക്കതിനെ കമ്പൈൻ ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ രണ്ട് ഹെഡിങ്സ് ഉണ്ട്, അതിനകത്ത് ഒരാളെ മാത്രം നമുക്ക് അഡ്രസ്സ് ചെയ്താൽ മതിയെങ്കിൽ അയാളെ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്ലാസ്സിലേക്ക് സെറ്റ് ചെയ്തിട്ട് അത് വെച്ച് നമുക്ക് അവരെ ഹാൻഡിൽ ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയാണ് ക്ലാസ് ബേസ്ഡ് സെലക്ടർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്നുമില്ല, നമ്മുടെ ബോഡിയിൽ നമ്മൾ ഹെഡിങ് ഡിഫൈൻ ചെയ്ത സമയത്ത് അതിൻ്റെ ക്ലാസ്സും കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഒരു ക്ലാസ്സിലൊരു നെയിം കൊടുക്കുക. ക്ലാസ് ഈസ് ഈക്വൽ ടു ഇപ്പം ഞാൻ കൊടുത്തേക്കുന്നത് AB എന്നാണെന്ന് വിചാരിക്കാം. എന്നിട്ട് ഞാൻ അതിനകത്ത് എന്ത് ചെയ്യും, ക്ലാസ് ഈസ് ഈക്വൽ ടു AB എന്ന് പറഞ്ഞ് കൊടുത്തു. എന്നിട്ട് ഞാൻ കൊടുത്തേക്കുന്നത് എന്താ, ഹായ് എന്നും പറഞ്ഞിട്ടാണ് എനിക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, H1 ഞാൻ ക്ലോസ് ചെയ്തു. ഇനി സെയിം ഞാനൊരു പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യുവാണ്, P എന്ന് പറഞ്ഞിട്ട്. അതിൽ ഞാൻ എന്ത് ചെയ്യുവാണ്, ഒരു സെയിം ക്ലാസ് തന്നെ കൊടുക്കുക, ക്ലാസ് ഈസ് ഈക്വൽ ടു AB. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരേ ക്ലാസ്സിൻ്റെ പാർട്ടായി. ഇപ്പോൾ ഇതിനകത്ത് പാരഗ്രാഫിൽ ഞാൻ കൊടുക്കുന്നത് ഐ ആം ഹാപ്പി എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, /P കൊടുത്തു. /P കൊടുത്തിട്ട് പാരഗ്രാഫ് അല്ലേ. അപ്പോൾ എനിക്കിനി ഇവർ രണ്ടുപേരും കോമൺ ആയിട്ട് എന്ത് ചെയ്യാം, ഈ ക്ലാസ് വെച്ച് എനിക്ക് അഡ്രസ്സ് ചെയ്യാം. ഇവിടുത്തെ ക്ലാസ്സിൻ്റെ പേരെന്താണ്, AB. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുവാണ്, സാധാരണ H1 എന്നും P എന്നും സെപ്പറേറ്റ് ആയിട്ട് വിളിക്കുന്നതിന് പരമായിട്ട് എന്ത് ചെയ്താൽ മതി, AB എന്ന് വിളിച്ചാൽ മതി. ക്ലാസ്സിൻ്റെ നെയിം വെച്ച് എനിക്കിവിടെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും. സോ ഇവിടുത്തെ ക്ലാസ്സിൻ്റെ പേരെന്താണ്, സെൻറ്റർ. ഓക്കെ, അപ്പോൾ നമ്മളിതിനെ സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് എന്ത് കൊടുത്തു, സെൻറ്റർ എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിനെ ആക്സസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് കൊടുത്തു, നമ്മൾ .AB. എന്നിട്ട് ABക്ക് നമ്മളിപ്പോൾ ചെയ്യേണ്ട എന്താണ്, ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യണം. ബാക്ക്ഗ്രൗണ്ട് -കളർ നേവി കളർ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം. ദെൻ ഫോണ്ട് ഫാമിലി ടൈംസ് ന്യൂ റോമൻ കൊടുക്കണം. ഫോണ്ട് ഫാമിലി ടൈംസ് ന്യൂ റോമൻ കൊടുക്കണം. ഇത്രയും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കംപ്ലീറ്റ് ചെയ്യണേ, സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയും ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഈ ക്ലാസ് ത്രൂയിലേക്ക് വർക്ക് ആയിക്കോളും. മനസ്സിലായോ? അപ്പോൾ സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലാസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. /style കൊടുത്തു. ഇതാണ് ഏതെന്ന് പറയുന്നത്, ക്ലാസ് ബേസ്ഡ് സെലക്ഷൻ എന്ന് പറയുന്നത്. ക്ലാസ് ബേസ്ഡ് സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പിലുള്ള എലമെൻ്റ് ആണെങ്കിലും അതിനെ നമ്മൾ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ്സിലേക്ക് അസൈൻ ചെയ്തു. സെയിം പ്രോസസ്സ് തന്നെയാണ്. ഇപ്പോൾ രണ്ട് ഹെഡിങ്സ് ഉണ്ട്, അതിനകത്ത് ഒരാളെ മാത്രം നമുക്ക് മാറ്റിയാൽ മതി. രണ്ട് പേർക്കും ആ എഫക്റ്റ് വരണ്ടെന്നുണ്ടെങ്കിൽ ഒരാളെ നമുക്ക് വേണ്ട ഒരു പർട്ടിക്കുലർ ക്ലാസ്സിലേക്ക് അസൈൻ ചെയ്തിട്ട് ആ ക്ലാസ്സിനെ വെച്ചിട്ട് ആ ഡേറ്റ എലമെൻറ്റിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുക. ഓക്കെ,
അപ്പോൾ ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നോക്കിക്കേ, 2 എലമെൻറ്റ്സും സെൻറ്ററിലി അലൈൻഡായി. ഇവിടുത്തെ സ്റ്റൈലിംഗ് എന്തായിരുന്നു? സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യണം, അതേപോലെ തന്നെ കളർ റെഡ് ആക്കണം. അപ്പോൾ അത് രണ്ടും ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഡെഫിനിഷൻ സമയത്ത് തന്നെ H1 അത് നമ്മളൊരു ഹെഡിങ് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ക്ലാസ് നെക്സ്റ്റ് എന്ത് ചെയ്യുക, ഒരു ക്ലാസ്സിലേക്ക് അസൈൻ ചെയ്തെടുക്കുക. ക്ലാസ് ഈസ് ഈക്വൽ ടു ഇവിടെ സെൻറ്റർ എന്നാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ക്ലാസ് ഈക്വൽ ടു സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് അതിനകത്ത് വേണം നമ്മൾ ഈ രണ്ടാമത്തെ ഡേറ്റയും എന്ത് ചെയ്തു, സെയിം ക്ലാസ്സിലേക്ക് തന്നെ അസൈൻ ചെയ്തു. അപ്പോൾ നമുക്ക് ഈ H1നെയും Pക്കും സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്നതിന് പകരമായിട്ട് നമുക്ക് സെൻറ്ററിൽ ഒരു ഡേറ്റ മാനേജ് ചെയ്താൽ മതി. സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ്സിനെ എടുത്തുകൊണ്ട് നമുക്കിതിനെ എന്ത് ചെയ്യാൻ പറ്റും, അഡ്രസ്സ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, ഇനി അനദർ എക്സാമ്പിൾ നോക്കാം. ദെൻ ഇവിടെ നേരത്തെ പറഞ്ഞ കേസ് H1 ക്ലാസ് ഉണ്ട്. H1 എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് ആണ്. അത് ദിസ് ഹെഡിങ് വിൽ ബി അഫക്റ്റഡ് ബൈ ദെൻ അനദർ ഒരു ക്ലാസ് ഉണ്ട്, സെൻറ്റർ ഉണ്ട്. ദിസ് പാരഗ്രാഫ് വിൽ ബി റെഡ് ആൻഡ് സെൻറ്ററിലി അലൈൻഡ്. ഓക്കെ, ഇവിടുത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നോക്ക്, എനിക്കിപ്പം 2 H1 പക്ഷേ H1 ക്ലാസ് ഇസ് ഈക്വൽ ടു ABC. ഓക്കെ, അതേപോലെ തന്നെ ഇത് എൻ്റെ ഒരു ഹെഡിങ് ആണ്. സെയിം H1 വേറൊരു ഹെഡിങ് വേണം H1 തന്നെ. അവൻ്റെയും ക്ലാസ് ഇസ് ഈക്വൽ ടു എന്ത് കൊടുത്തു, എന്തായിരുന്നു, സെയിം ABC തന്നെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ H1 കോമൺ ആയിട്ട് വരുത്തുന്ന കാര്യങ്ങൾ വേറൊരു ക്ലാസ് ഇപ്പം എന്താണ് XYZ എന്ന് പറഞ്ഞു കൊടുത്തു, XYZ. അപ്പോൾ ഈ H1 വരുത്തുന്ന എല്ലാ മാറ്റങ്ങളും ആർക്ക് മാത്രമേ എഫക്റ്റ് ചെയ്യത്തുള്ളൂ? ABC എന്നുള്ള ക്ലാസ് വെച്ചിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ H1നും XYZ എന്നുള്ള ക്ലാസ് വെച്ചിട്ടാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ ഈ സെക്കൻഡ് ആയിട്ടുള്ള ഈ H1 ക്ലാസ്സിനായിരിക്കും എന്ത് ചെയ്യുന്നത്, അഫക്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഏത് പ്രോപ്പർട്ടി ക്ലാസ് അല്ലെങ്കിൽ ഏത് എലമെൻറ്റിൻ്റെ ക്ലാസ് ആണോ അതിനെ നമുക്ക് ആ പേര് വെച്ച് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് അവർ ഈ ചെയ്തിരിക്കുന്നത്. സെൻറ്റർ എന്നുള്ള 2 ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരെണ്ണം ഹെഡിങ്ങിനും ഒരു പാരഗ്രാഫിനും. പക്ഷേ നമുക്ക് വേണമെങ്കിൽ പറയാം പാരഗ്രാഫിന് വേണ്ടി മാറ്റം വരുത്തണം അല്ലെങ്കിൽ ഹെഡിങ്ങിന് വേണ്ടി മാത്രം മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി. ഇപ്പോൾ നോക്കിക്കേ, P.Center എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നത് ആരെ മാത്രമായിരിക്കും, ഈ ഒരു ക്ലാസ്സിനെ മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്, അഡ്രസ്സ് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ, സപ്പോസ് ഇപ്പോൾ നമ്മൾ എന്താണ് H1.Center എന്ന് പറഞ്ഞാൽ ആരായിരിക്കും അഡ്രസ്സ് ചെയ്യുന്നത്, ഈ ഒരു ക്ലാസ്സിനെ മാത്രമായിരിക്കും. ഇപ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു സെപ്പറേറ്റ് എലമെൻറ്റിൻ്റെ ക്ലാസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ എലമെൻറ്റ് ഡോട്ട് കൊടുത്ത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക, നമ്മൾ CSS സെറ്റ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ നോക്കാം. എൻ്റെ കയ്യിൽ 2 പാരഗ്രാഫുണ്ട്. ഒരു പാരഗ്രാഫിൽ എന്താ ഹായ് എന്ന് വേണം, വേറൊരു പാരഗ്രാഫിൽ ഹലോ എന്ന് വേണം. അഗെയിൻ ഒരു പാരഗ്രാഫുണ്ട്, അതിൽ ഹലോ എന്ന് വേണം. ഓക്കെ, ഇനി ഇതിൽ ഇനി എടുത്ത് എൻ്റെ ഒരു ഹെഡിങ് ഉണ്ട്, H1 ഒരു ഹെഡിങ് ഉണ്ട്. അതിൽ എന്തായിരുന്നു TK MIT എന്നുള്ള ഒരു പാരഗ്രാഫ് ഞാൻ പ്രിൻറ്റ് ചെയ്യിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എൻ്റെ കയ്യിലുള്ള ഡേറ്റ. അപ്പോൾ ഇതിൽ ഈ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഇവർ രണ്ടുപേരുടെയും ഫോണ്ട് കളർ എന്താക്കി മാറ്റണം, ബ്ലൂ ആക്കി മാറ്റണം. അതേപോലെ തന്നെ ഇവരുടെ ഫോണ്ട് സൈസ് 20 പിക്സലാക്കി മാറ്റണം. ഇതാണ് എൻ്റെ എയിം. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ എന്താ ചെയ്യുന്നത്, ഇവരെ രണ്ടുപേരെ ഞാൻ എന്ത് ചെയ്യും, ഒരു ക്ലാസ്സിലേക്ക് അങ്ങ് അസൈൻ ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കാം, നമ്മൾ ഇതിൻ്റെ കോഡ് എഴുതുവാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഒരു നമ്മുടെ സാധാരണ നോർമൽ ടെക്സ്റ്റിൻ്റെ ബോഡി പോർഷനിൽ ഞാൻ എന്തെഴുതും, ഒരു പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യും. ഒരു പാരഗ്രാഫിനകത്ത് ഞാൻ എന്ത് ചെയ്യുകയാണ്, ഒരു ക്ലാസ് സെറ്റ് ചെയ്യുവാണ്. സോ ക്ലാസ് ഇസ് ഈക്വൽ ടു ABC. ചുമ്മാ ഞാൻ കൊടുത്തേക്കുന്നൊരു ഇതുള്ളതാണ്. എന്നിട്ട് അവിടെ ഞാൻ സെറ്റ് ചെയ്യുന്നത് എന്താണ്, ഇവിടെ ഞാൻ ആദ്യം കൊടുക്കുന്നത് എന്താണ്, ഹായ് എന്ന് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. ഒരു പാരഗ്രാഫിൽ ഹായ് എന്നും പറഞ്ഞ് പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്തു. ഞാനത് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് എന്താണ്, നെക്സ്റ്റ് ഈ 2 പാരഗ്രാഫും എന്താണ്, അത് ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സാണ്. ഈ ഫസ്റ്റ് ഹായ് മാത്രമാണ് എനിക്ക് ചേഞ്ച് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, Pയിൽ ഞാനൊരു ക്ലാസ് സെറ്റ് ചെയ്തു. ക്ലാസ് ഇസ് ഈക്വൽ ടു എന്ത് കൊടുക്കും, XYZ അനദർ ക്ലാസ് കൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ? അവിടെ ഞാൻ കൊടുക്കുന്നത് എന്തായിരിക്കും, ഹലോ എന്നായിരിക്കും. ഹലോ എന്നും പറഞ്ഞായിരിക്കും പ്രിൻറ്റ് ചെയ്യേണ്ടത്. /P കൊടുത്തു, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇനി അടുത്ത എന്താണ്, ഒരു ഹെഡിങ് ഉണ്ട് TK MIT എന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, H1 ഈ ഒരു ക്ലാസ്സും ഈ ഒരു ഹെഡിങ്ങും സെയിം ആയിരിക്കണം. H1 ഞാൻ ക്ലാസ് സെറ്റ് ചെയ്തു. ക്ലാസ് എന്തായിരിക്കണം, ABC. കാര്യം ഹായും TK MIT ആണ് എനിക്ക് ഒരുമിച്ച് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അവിടെ ഞാൻ കൊടുക്കേണ്ടത് എന്താണ്, TK MIT എന്ന് പറഞ്ഞ് കൊടുക്കണം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഹെഡിങ് ക്ലോസ് ചെയ്തു. കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇനി എനിക്ക് പ്രോപ്പർട്ടി സെറ്റ് ചെയ്യേണ്ടത് ആർക്കൊക്കെയാണ്, ABC എന്നുള്ള ക്ലാസ്സിൽ വരുന്നവർക്ക് മാത്രം എനിക്ക് പ്രോപ്പർട്ടി സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എന്താണ്, ഹെഡ് എഴുതുന്ന സമയത്ത് ഹെഡിൽ ഞാൻ എന്ത് ചെയ്യും, സ്റ്റൈൽ സെറ്റ് ചെയ്യും അല്ലേ. സ്റ്റൈലിൽ ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ്, സ്റ്റൈലിൽ ആരുടെ സ്റ്റൈൽസാണ് സെറ്റ് ചെയ്യുന്നത്, ABC എന്നുള്ള ക്ലാസ്സിൻ്റെ സ്റ്റൈൽ. സോ .ABC എങ്ങനെ ആയിരിക്കണം എന്ന് ഞാൻ പറയുവാണ്. അവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്താണ്, ഫോണ്ട് കളറ് എന്തായിരിക്കണം, ഫോണ്ട് കളർ എന്തായിരിക്കണം, നേവി ആയിരിക്കണം.
നേവി ബ്ലൂ ആയിരിക്കണം. അതേപോലെ തന്നെ ഫോണ്ട് സൈസ് എന്തായിരിക്കണം, 20 പിക്സൽ ആയിരിക്കണം. 20 പിക്സൽ. ഫോൺ സൈസ് എന്തായിരിക്കണം, 20 പിക്സൽ. അത് രണ്ടും കോളനിട്ട് കൊടുത്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഈ ഒരു സ്റ്റൈൽ എവിടെ അപ്ലൈ ചെയ്യും, ഈ ഒരു ഫാമിലിയിൽ എ ബി സിയിൽ എഫക്റ്റ് ആവും അല്ലേ. ഇവിടെ ഈ സെക്കൻഡ് ഹലോ എഴുതിയിരിക്കുന്നതിനകത്ത് റിഫ്ലക്റ്റ് ആവത്തില്ല. റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ക്ലാസ് ഏതാണ്, XYZ ആണ്. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് സ്പെസിഫിക്കലി നമുക്കൊരു ക്ലാസ് സെറ്റ് ചെയ്യാം. ക്ലാസ്സിനകത്ത് തന്നെ എലമെൻറ്റിൻ്റെ ബേസിസിൽ നമുക്കിപ്പം ഈ XYZനകത്ത് നമുക്കൊരു ചേഞ്ച് വരുത്തണം. ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ ആക്കി കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ XYZൻ്റെ ക്ലാസ് തന്നെ എടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, XYZ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. XYZ വെച്ച് നമുക്ക് ചെയ്യാം അല്ലേ. അപ്പോൾ XYZൻ്റെ സ്പെസിഫിക്കേഷൻസ് പറഞ്ഞു കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് കളർ എന്ത് കൊടുക്കണം, ബാക്ക്ഗ്രൗണ്ട് കളർ അല്ലേ. ബാക്ക്ഗ്രൗണ്ട് കളർ എന്താക്കി കൊടുക്കണം, യെല്ലോ ആക്കി കൊടുക്കണമെങ്കിൽ യെല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ പറയുവാണ്, ഹായ് എന്ന് എഴുതിയേക്കുന്നതിൻ്റെ ഫോണ്ട് സൈസ് ഒരു 40 പിക്സൽ ആക്കണം. ഹായിയുടെ ഫോണ്ട് സൈസ് 40 പിക്സൽ ആക്കണം. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ഹായ് എന്ന് പറഞ്ഞാൽ എന്താണ്, ABC ആണ്. ആ ക്ലാസ് വെച്ചിട്ട് എടുക്കുവാണെങ്കിൽ എന്താവും, TK മൈറ്റയുടെ ഫോണ്ട് സൈസ് ചേഞ്ച് ആയിപ്പോകും. അപ്പോൾ എനിക്ക് എന്ത് മാത്രമേ വരാൻ പാടുള്ളൂ, ഹായ് മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ ഞാനെന്ത് എഴുതും, ഒരു P എന്നുള്ള പാരഗ്രാഫിനകത്തുള്ള ഏത് ക്ലാസ്സാണ്, ABC ക്ലാസ്സിൽ P.abcയിലാണ് എനിക്ക് മോഡിഫൈ ചെയ്യേണ്ടത്. ഇവിടെ 2 ABC ആണുള്ളത്. പാരഗ്രാഫിലുള്ള ABCയും H1 ഹെഡിങ്ങിലുള്ള ABC. അപ്പം P.abcക്കകത്ത് എനിക്ക് എന്ത് ചെയ്യണം, ഫോണ്ട് സൈസ് എത്ര കൊടുക്കണം, ഒരു 40 പിക്സൽ, 40 px. മനസ്സിലായെങ്കിൽ നമുക്ക് ക്ലാസ് സെലക്ടേഴ്സ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ സെയിം പ്രോസസ്സ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ് നെയിമിന് പരമായിട്ട് ഒരു ID കൊടുക്കുവാണെങ്കിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാം. എന്ത് യൂസ് ചെയ്യാം, ID വെച്ച് നമുക്ക് സ്റ്റൈൽ ചെയ്യാം. അപ്പോൾ ഈ ക്ലാസ് = കൊടുക്കുന്നതിന് അവർ എന്ത് കൊടുക്കുക, ID = എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. സോ ക്ലാസ്സിന് പരമായിട്ട് നമ്മൾ എന്താ കൊടുത്തേക്കുന്നത്, ID = എന്ന് പറഞ്ഞ് കൊടുക്കും. അപ്പോൾ IDക്ക് ഒരു വാല്യൂ കൊടുത്തു. അപ്പോൾ 2 പാരഗ്രാഫ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പാരഗ്രാഫ് 1നെ മാത്രമാണ്, അതായത് ഹലോ വേൾഡിനെ മാത്രമാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ IDയിലുള്ള ഡേറ്റയെ മാറ്റും. അപ്പോൾ ID ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ IDയെ റെഫർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, #ID എന്ന് വെച്ചിട്ടായിരിക്കും നമ്മൾ റെഫർ ചെയ്യുക. ഓക്കെ, ഇവിടുത്തെ ID എന്താണ്, para1 ആണ്. സോ #para1 എന്താണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. ഓക്കെ, #para1ലുള്ള അലൈൻമെൻറ്റ് ചേഞ്ച് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. കളർ റെഡ് ആക്കാനും പറഞ്ഞിട്ടുണ്ട്. സോ #para1 ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ കളർ റെഡ്. ഓക്കെ, അപ്പോൾ സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ 2 രീതിയിൽ സ്റ്റൈൽ ചെയ്തു. ക്ലാസ് സെലക്ടർ എന്ന് പറഞ്ഞാൽ സെലക്ഷൻ, CSSനകത്തുള്ള സെലക്ഷൻ നമുക്ക് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ക്ലാസ് ബേസ്ഡ് സെലക്ഷനും ഉണ്ട്, ID ബേസ്ഡ് സെലക്ഷനും ഉണ്ട്. ക്ലാസ് ബേസ്ഡ് ആണെങ്കിൽ ക്ലാസ് നെയിം കൊടുക്കണം. എന്നിട്ട് കേർലി ബ്രാക്കറ്റിനകത്ത് എന്തൊക്കെയാണോ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോപ്പർട്ടീസ് അത് മെൻഷൻ ചെയ്യണം. ID ആണെങ്കിൽ #ID നെയിം കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രോപ്പർട്ടീസ് നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഓക്കെ.